എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മുടെ വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ടെസ്ല എന്ന ആഗോള ഭീമൻ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളെ BYD എന്ന് പറഞ്ഞിട്ടുള്ള ചൈനീസ് മാനുഫാക്ചറിങ് കാർ കമ്പനി മലർത്തി അടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ BYD ഇപ്പോൾ നമ്പർ 1 സ്ഥാനത്താണ് ഇലക്ട്രിക് കാറിൻ്റെ കാര്യത്തിൽ. അപ്പം ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഇത്രയേറെ ഫെസിലിറ്റീസ് ഉള്ള ടെസ്ലനെ എങ്ങനെ BYD കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടെസ്ലയുടെ CEO ആയിട്ടുള്ള എലോൺ മാസ്ക് BYDനെ കളിയാക്കിയിരുന്നു. ഞങ്ങൾ ഇത്തരത്തിലുള്ള ചൈനീസ് കമ്പനികളെയൊന്നും ഞങ്ങൾ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വളരെ രസകരമായിട്ടുള്ള ട്വിറ്റർ കമൻറ്റ് വരെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നത് BYD ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചൈനീസ് മാനുഫാക്ചറിങ് കമ്പനി കൊള്ളാം, കാരണം ഞങ്ങൾക്കിതൊരു കോമ്പറ്റീഷൻ ആണ് എന്നുള്ള രീതിയിൽ വരെ പറയുന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. BYDനെ പറ്റി ഞാനും ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട് BYDക്ക് ടെസ്ലയെക്കാളും അല്ലെങ്കിൽ ലോകത്തിലെ നമ്പർ 1 ഇലക്ട്രിക് കാർ മാനുഫാക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പദവിയിലേക്ക് എത്താൻ പറ്റി? കമ്പനിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കിട്ടും. കാരണം ഒരു ബാറ്ററി മാനുഫാക്ചറിങ് കമ്പനിയായിരുന്നു BYD. ഏതായാലും ഈ കമ്പനിയുടെ എക്സ്പേർട്ട് ഇൻ മാനുഫാക്ചറിങ് ബാറ്ററി അതുതന്നെയാണ് ഈ കമ്പനിയുടെ വിജയരഹസ്യം. കാരണം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഈ സാങ്കേതിക വിദ്യ, അതായത് ബാറ്ററി നിർമ്മാണ രംഗത്ത് നമുക്കറിയാം ലിഥിയം അയൺ ബാറ്ററികളായിരുന്നു നമ്മുടെ ലോകം മുഴുവൻ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ലിഥിയം അയൺ ബാറ്ററീസ് ഇങ്ങനെ അരങ്ങുവാണിരുന്ന സമയത്ത് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് മോഡൽ BYDയുടെ കാറുകൾ കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം സ്പോർട്സ് കാറുകളെ പോലും കോമ്പറ്റീഷൻ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ BYD വളർന്നിരിക്കുകയാണ്. ഏതായാലും സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസും അതുപോലെ തന്നെ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററീസും ഇവ തമ്മിലുള്ള വ്യത്യാസം കൂടി നമുക്ക് ഇന്ന് പരിചയപ്പെടാം. നമുക്കറിയാം ലിഥിയം അയൺ ബാറ്ററീസ് നമ്മുടെ ചെറിയ മൊബൈൽ ഫോൺ മുതൽ ആഗോളതലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളിലും എന്ത് എടുത്തു കഴിഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററീസാണ് ഉപയോഗിക്കുന്നത്. ഇതിനുള്ള ഒരൊറ്റ കാരണം അതിൻ്റെ ഹൈ എനർജി ഡെൻസിറ്റിയാണ്. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ലിഥിയം അയൺ ബാറ്ററീസ് മാത്രമേ ഈ ഹൈ എനർജി ഡെൻസിറ്റി തരാൻ കഴിയുള്ളൂ എന്നായിരുന്നു. അതുപോലെ തന്നെ ലിഥിയം അയോണിൻ്റെ ഒരുപാട് സ്രോതസ്സുകളുണ്ട്. ആഫ്രിക്കയിലും അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ലിഥിയം അയോൺ എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തെ പോലെ വളരെയധികം അമൂല്യമായിട്ടുള്ള ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം ലിഥിയം അയൺ ബാറ്ററീസ് വളരെ കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ ചെറിയൊരു സ്പേസിൽ തന്നെ ഒരുപാട് ഹൈ എനർജി ഔട്ട്പുട്ട് അതിന് തരാനും പറ്റും. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ലിഥിയം അയോൺ ബാറ്ററീസിൻ്റെ സേഫ് സൈഡ്. നമുക്കറിയാം ഇലക്ട്രിക് സ്കൂട്ടറുകൾ കത്തിപ്പിടിക്കുന്നു, അതുപോലെ തന്നെ ഇലക്ട്രിക് കാറ് കത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാമല്ലേ, നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് അൺസേഫ് ആയിട്ടുള്ള എൻവയറമെൻറ്റിൽ ചെറിയൊരു ലീക്കേജ് മതി വലിയൊരു എക്സ്പ്ലോഷനിലേക്കോ അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് തരണം ചെയ്യാം. എന്നാൽ അറിയാം സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് ഇത് ലിഥിയം അയോൺ ബാറ്ററീസിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ സേഫാണ്. അതോടൊപ്പം തന്നെ ഹൈ എനർജി ഡെൻസിറ്റിയും തരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ലിഥിയം അയോൺ ബാറ്ററീസിൽ നിന്നും ഇനി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിലേക്ക് നമ്മുടെ ലോകം മാറുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം നമുക്ക് നോക്കാം. അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബാറ്ററി എന്താണെന്നും കൂടി അറിയാം. നമുക്കറിയാം ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺസുകൾ പ്രവഹിക്കുമ്പോഴാണ് നമുക്കറിയാം ആ ബാറ്ററി ഡിസ്ചാർജ് ആവുക, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് അതിൽ നിന്ന് നമുക്ക് എനർജി ലഭിക്കുന്നു എന്ന് പറയാം അല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ലുലു മാളിൽ പോയിട്ട് 1ാം നിലയിൽ നിന്ന് നമ്മൾ നേരെ 2ാം നിലയിലേക്ക് എത്തണം. നമുക്കറിയാം ഒരു എസ്കലേറ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്താം. ഇതേപോലെ തന്നെ ഒരു ബാറ്ററിയിലെ ആനോഡും അതുപോലെ തന്നെ കാഥോഡും, ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോണുകൾ പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ കറണ്ട് അല്ലേ. ഈ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ പ്രവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ആവശ്യമാണ്. നമുക്കിപ്പം ലുലു മാളിൽ പോയിട്ട് നമുക്ക് എസ്കലേറ്റർ വഴി സെക്കൻഡ് ഫ്ലോറിൽ എത്താം എന്ന് പറയുന്ന പോലെ ഇതുപോലെ ഇലക്ട്രോണുകൾ ബാറ്ററിയിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മീഡിയമാണ് ഇലക്ട്രോലൈറ്റ്. സാധാരണ രീതിയിൽ ലിഥിയം അയോൺ ബാറ്ററീസിൽ ഈ ഇലക്ട്രോലൈറ്റ് ഒരു ലിക്വിഡ് ഫോമിലായിരിക്കും. എന്നാൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ സോളിഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോലൈറ്റിലായിരിക്കും സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിൽ. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്കറിയാം ലിക്വിഡ് ഫോമിലുള്ള ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അത്
ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു എക്സ്പ്ലോഷനിലേക്കോ അല്ലെങ്കിൽ ഫയർ ഹസാർഡിലേക്കെല്ലാം പോകാം. നമ്മുടെ ഫോണൊക്കെ ഒന്ന് ബാക്ക് കവർ തുറന്ന് നോക്കിയാൽ നമുക്കറിയാം ഡു നോട്ട് ഡിസംബിൾ. ബാറ്ററി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും ഓതറൈസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വളരെ ചീപ്പ് പ്രൈസിലൊക്കെ കിട്ടുന്ന ഫോണിൽ നമുക്കറിയാം വളരെ ഡേഞ്ചറസ് ആണ് അതിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയാം. അതിനുള്ള മെയിൻ കാരണം ഈ ഇലക്ട്രോലൈറ്റിൻ്റെ ലീക്കേജ് ആണ്. സാധാരണ രീതിയിൽ ലിഥിയം അയൺ ബാറ്ററീസിൽ ലിഥിയം സോൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിൽ ലിഥിയം ഓക്സിജൻ അതുപോലെ തന്നെ നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ എനർജി ഡെൻസിറ്റി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിൽ കൊടുക്കാൻ പറ്റും. ഏതായാലും ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അധികം പോകുന്നില്ല, വളരെ ലളിതമായിട്ട് പറഞ്ഞതാണ്. അപ്പം ബാറ്ററി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലായി. ഇനി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിൽ ഹൈ എനർജി ഡെൻസിറ്റി കിട്ടിയാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക് കാറുകളിൽ ബ്രഷ്ലെസ് ആയിട്ടുള്ള മോട്ടേഴ്സാണ്. ആ ബ്രഷ്ലെസ് മോട്ടേഴ്സിന് പവർ ചെയ്യാൻ 0 to 100 കിലോമീറ്റർ ആക്സിലറേഷന് വളരെ കുറഞ്ഞ സമയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഈ ഹൈ എനർജി ഡെൻസിറ്റി ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് നമ്മളിനി ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഹൈ ആയിട്ടുള്ള ആക്സിലറേഷനും അതോടൊപ്പം തന്നെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് ഒരുപാട് എനർജി സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് കാറുകളിൽ നമുക്കറിയാം നമ്മുടെ മൈലേജ് അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി ചാർജ് തീർന്നു എന്നുള്ള പേടിയും അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ പറ്റും. ഏതായാലും BYDയുടെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് പവേർഡ് ആയിട്ടുള്ള കാറുകൾ ഇന്ന് അരങ്ങുവാണിരിക്കുകയാണ്. ഏതായാലും ടെസ്ലയും സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ BYDയുടെ അല്ലെങ്കിൽ ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞുള്ള ചൈനീസ് മാനുഫാക്ചറിങ് കമ്പനിയുടെ കാറുകളും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള ടെക്നോളജികളൊക്കെ ഇനിയും വരട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.